ശബരിമല ക്ഷേത്രത്തിന്റെ ചരിത്രം പുരാണങ്ങളിലും ഐതിഹ്യങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു. ക്ഷേത്രവുമായും അതിന്റെ ഉത്ഭവവുമായും ബന്ധപ്പെട്ടിരിക്കുന്ന കഥയാണ് അയ്യപ്പന്റെ കഥ. ശാസ്താവിന്റെ അവതാരമായി ജനിച്ച അയ്യപ്പൻ, മോഹിനി അവതാരത്തിൽ ഭഗവാൻ ശിവന്റെയും ഭഗവാൻ വിഷ്ണുവിന്റെയും മകനാണ്. മഹിഷി എന്ന അസുരരൂപത്തിൽ നിന്നുള്ള ഭീഷണി ഇല്ലാതാക്കുക എന്നതായിരുന്നു അയ്യപ്പന്റെ ജനനദൗത്യം. തന്റെ ജനനദൗത്യം പൂർത്തിയായ ശേഷം അയ്യപ്പൻ തന്റെ വളർത്തച്ഛനായ രാജശേഖരന്റെ അടുത്തേക്ക് മടങ്ങി ദേവലോകത്തേക്ക് പോകുന്നതിനെക്കുറിച്ച് അറിയിച്ചു. രാജാവിനോട് ഒരു ആഗ്രഹം അദ്ദേഹം നിറവേറ്റിക്കൊടുക്കും. അത് തന്റെ ബഹുമാനാർത്ഥം ഭൂമിയിൽ ഒരു ക്ഷേത്രം പണിയാൻ അനുയോജ്യമായ ഒരു സ്ഥലം ഭഗവാൻ തന്നെ കണ്ടെത്തുമെന്നായിരുന്നു. അയ്യപ്പൻ ഒരു അമ്പ് എയ്തു, അത് ശബരി പർവ്വതത്തിൽ വീണു. അങ്ങനെ രാജശേഖര രാജാവിന്റെ രക്ഷാകർതൃത്വത്തിൽ ശബരിമല കുന്നിൻ മുകളിൽ ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടു. 20-ാം നൂറ്റാണ്ടിന്റെ മധ്യം വരെ ശബരിമല ഒരു ജനപ്രിയ തീർത്ഥാടന കേന്ദ്രമായിരുന്നില്ല. 1950-ലുണ്ടായ ഒരു തീവണ്ടി ആക്രമണത്തിന് ശേഷം ക്ഷേത്രം പുനർനിർമ്മിച്ചു. ആ സമയത്താണ് ഇപ്പോഴത്തെ പഞ്ചലോഹ വിഗ്രഹം സ്ഥാപിച്ചത്. 20-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ എല്ലാ വർഷവും ദശലക്ഷക്കണക്കിന് ഭക്തർ സന്ദർശിക്കുന്ന ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമായി ക്ഷേത്രം പ്രാധാന്യം നേടി. 1985-ൽ 18 പുണ്യപടികളും പഞ്ചലോഹത്തിൽ മൂടപ്പെട്ടു. ഇന്ന് ക്ഷേത്രത്തെയും തീർത്ഥാടനത്തെയും നിയന്ത്രിക്കുന്ന പ്രധാന തത്വചിന്തയാണ് തത്വമസി, നീ അങ്ങനെയാണ് എന്ന ആശയം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ആരാധനാലയങ്ങളിലൊന്നായി ഈ ക്ഷേത്രം വളർന്നിരിക്കുന്നു. ആലപ്പുഴ ജില്ലയിലെ മുഹമ്മയിലാണ് പ്രസിദ്ധമായ ചീരപ്പഞ്ചിറ തറവാട് സ്ഥിതി ചെയ്യുന്നത്. ഇത് അയ്യപ്പഭക്തിയുമായി വളരെ പ്രാധാന്യത്തോടെ ബന്ധപ്പെട്ടിരിക്കുന്നു. ചീരപ്പഞ്ചിറ തറവാട് നടത്തുന്ന കളരിയിലാണ് അയ്യപ്പൻ ആയോധനകലയിൽ പ്രാവീണ്യം നേടിയത്. ചിറപ്പഞ്ചിറ ഇല്ലത്തെ പൂങ്കൊടി എന്ന പെൺകുട്ടി അയ്യപ്പഭക്തനെ സ്നേഹിച്ചിരുന്നെന്നും അവളാണ് പിന്നീട് മാളികപ്പുറത്തമ്മയായതെന്നും വിശ്വസിക്കുന്ന ഭക്തജനങ്ങളുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കളരിയും വാളും അയ്യപ്പൻ ഉപയോഗിച്ചിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു. ഇപ്പോഴും തറവാട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ ഇതിഹാസങ്ങളിലും ചരിത്രത്തിലും തന്റെ നാടിനെ അനശ്വരമാക്കിയത് പന്തളം രാജാവായിരുന്നു. അദ്ദേഹവും ദത്തുപുത്രനായ മണികണ്ഠനും തമ്മിലുള്ള പിതൃപുത്ര ബന്ധം ശബരിമലയുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്നും ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ ആ ബന്ധത്തെ ശരിവെക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. മധുരയിലെ പാണ്ഡ്യ രാജവംശത്തിലെ ചെമ്പഴന്നൂർ ശാഖയാണ് CE 377-ൽ പന്തളം രാജ്യം സ്ഥാപിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. CE 996-ൽ പന്തളം തിരുവിതാംകൂർ രാജ്യത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ടു. പന്തളം രാജകുടുംബത്തിലെ അംഗങ്ങൾക്ക് സന്നിധാനത്ത് മറ്റുള്ളവർക്ക് നിഷേധിക്കപ്പെട്ട ചില അവകാശങ്ങളുണ്ട്. 18-ാം പടി കയറുമ്പോൾ ഇരുമുടിക്കെട്ട് ധരിക്കുന്നതിൽ നിന്ന് അവരെ ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ രാജകുടുംബ പ്രതിനിധിക്ക് തിരുവാഭരണ ഘോഷയാത്രയിൽ പങ്കെടുക്കാൻ അതുല്യമായ അവകാശമുണ്ട്.